ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം ഓഗസ്റ്റിലേക്ക്. മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് ആവിഷ്കാരത്തിന്റെ പുത്തൻ ദൃശ്യാനുഭവം പകർന്ന ചിത്രമായിരുന്നു 1989 പുറത്തുവന്ന സിബി മലയിൽ ലോഹിതദാസ് ടീമിന്റെ മോഹൻലാൽ ചിത്രം കിരീടം. കിരീടം റിലീസ് ചെയ്തിട്ട് ഇന്ന് 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ ചിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. ചിത്രത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിർമ്മാതാക്കളായ ശ്രീ കിരീടം ഉണ്ണി, ശ്രീ ദിനേശ് പണിക്കർ, സ്വാഗതം. അതോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് സംവിധായകൻ ശ്രീ സിബി മലയിൽ. കൂടുതൽ അതിഥികളും നമ്മളോടൊപ്പം ചേരും എന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഒരു സിനിമയിൽ നായകൻ വില്ലനെ അടിച്ചിടുമ്പോൾ നമ്മളെല്ലാവരും കൈയടിക്കാറുണ്ട്. വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ അത്തരം രംഗങ്ങൾ സ്വീകരിക്കുക. പക്ഷേ 53-ാം മിനിറ്റിൽ കിരീടത്തിന് 53-ാം മിനിറ്റിൽ സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ അടിക്കുന്ന ആ ഒരു നിമിഷം മലയാളികളുടെ മനസ്സിലേക്ക് ഒരു വിങ്ങൽ, ഒരു ഭാരമാണ് വന്നത്. നമുക്ക് ചിത്രത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീ സിബി മലയിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു 25 വർഷം മുമ്പുള്ള അന്നത്തെ ആ ഒരു റിലീസ് ദിനം? വളരെ സന്തോഷമുള്ള ഓർമ്മകളാണ് എപ്പോഴും കിരീടം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 25 വർഷം 1989 ജൂലൈ 7-ാം തീയതി കിരീടം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സിനിമയെക്കുറിച്ച് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാരണം ആ സിനിമയുടെ കഥ രൂപപ്പെടുന്ന ആ ഘട്ടം മുതൽ കിരീടം എന്ന് പറയുന്ന സിനിമ റിലീസായി ആ തിയേറ്ററുകളിലെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ ആ സിനിമയോടുള്ള പ്രതികരണം അത് സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ശക്തമായ ഒരു കഥയും കഥാപാത്രങ്ങളും ലോഹിതദാസ് ആ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് മലയാളി പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഈ 25 വർഷവും കഴിഞ്ഞിട്ടും അത് സജീവമായി അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന സിനിമയായി മാറി എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്. സംവിധായകരിലേക്ക് പോവുകയാണെങ്കിൽ നിർമ്മാതാക്കളിലേക്ക് പോവുകയാണെങ്കിൽ 2 പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലുണ്ട്. അതിൽ ചിത്രത്തിന്റെ പേരിലൂടെ തന്നെ അറിയപ്പെടുന്ന ശ്രീ കിരീടം ഉണ്ണിയിലേക്ക് ആദ്യം പോകാം. കൃഷ്ണകുമാർ എന്നുള്ളൊരു പേരുള്ള കാര്യം പലർക്കും അറിയില്ലായിരിക്കും. എങ്ങനെയാണ് ആ കിരീടം ഉണ്ണിയായത്? കിരീടം എന്നുള്ളൊരു ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പത്രക്കാരാണ് എനിക്ക് കിരീടം ഉണ്ണി എന്നുള്ള പേര് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിന് ഗുണ്ട എന്നുള്ളൊരു പേരാണ് ആദ്യം മനസ്സിൽ കണ്ടത്. അത് മാറിയത് എന്തോ ഈശ്വരാനുഗ്രഹം എന്ന് ഇപ്പം കരുതുന്നു. ഇല്ലെങ്കിൽ ഗുണ്ട ഉണ്ണിയായിട്ടാണ് എന്നെ അറിയപ്പെടേണ്ടിയിരുന്നത്. ഇപ്പം കിരീട ഉണ്ണി എന്ന് അറിയപ്പെടുന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഈ 25-ാം വർഷം ഇവിടെ നമ്മൾ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലുണ്ട്. കാര്യം ഈ ചിത്രത്തിൻ്റെ നിലവിളക്ക് കൊളുത്തിയത് എൻ്റെ പിതാവ് പുത്തൂർ നാരായണൻ നായരാണ്. അദ്ദേഹം ഒന്നില്ല. അതിനോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലോഹിയില്ല, തുക്കുറിശി അമ്മാവനില്ല, പലരും ഉച്ചനീഫ, ജോൺസൺ, ഇവരൊക്കെ വിട്ടുപോയതിൻ്റെ ഒരു വേദനയും ഒപ്പമുണ്ട്. ശ്രീ ദിനേശ് പണിക്കറിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കെങ്കിലും ഈ ഒരു ആളെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാര്യം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു ആക്ടറായിട്ടാണ്, പ്രൊഡ്യൂസറായിട്ട് അറിയാമെങ്കിൽ കൂടി കിരീടം എന്നുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ കിരീടം ഉണ്ണിയിലേക്ക് അങ്ങ് ഫുൾ ക്രെഡിറ്റും പോയതുപോലെ തോന്നുകയാണ്. അതിലെന്തെങ്കിലും പരാതി ഉണ്ടോ? പരാതിയൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ തലയിലെഴുത്തെന്ന് പറയും. ഇത് ഉണ്ണിക്ക് ഉണ്ണിയുടെ പേരിൻ്റെ കൂടെ ചേർന്ന് കിരീടം ഉണ്ണി എന്ന് പറഞ്ഞെന്നുള്ളത് നേരത്തെ വിധിച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ കിരീടം ദിനേശ് പണിക്കർ എന്ന് അറിയപ്പെടേണ്ട എന്നൊരു പേര് ചിലപ്പോൾ എനിക്ക് ദിനേശ് പണിക്കർ എന്നുള്ള പേരിന് തന്നെ ഈ പറഞ്ഞില്ല ഏത് ദിനേശ് പണിക്കർ എന്ന് സാധാരണ ആരും ചോദിക്കാറില്ല. അപ്പോൾ അതേസമയം ഉണ്ണിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരു 100 ഉണ്ണിമാരെ നമ്മൾ പരിചയം ഉണ്ടാവും. അപ്പോൾ ഏത് ഉണ്ണിയാന്ന് ചോദിക്കുമ്പോൾ കിരീടം പിടിച്ച ഉണ്ണി, അങ്ങനെ കിരീടം ഉണ്ണിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഉണ്ണിക്ക് കിട്ടിയപ്പോൾ ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അതിൽ പരാതിയോ പരിഭവമൊന്നുമില്ല. ഒരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ അങ്ങനെ കിരീടത്തിലുള്ള ആളെന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നോക്കാറുണ്ടോ? കാര്യം നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ആക്ടറായിട്ടാണ്. ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർ ആണെന്നൊക്കെ അറിയെങ്കിൽ കൂടി കിരീടത്തിന്റെ നിർമ്മാതാവ്. തീർച്ചയായിട്ടും അത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ അടുത്ത ഒരു വേദിയിൽ വെച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, മനോരമയുടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു, കിരീടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഒരു നോട്ടം, ഒരു കള്ളനെ പോലെ ഒരു നോട്ടം. അത് കിരീടത്തിന് പ്രൊഡ്യൂസർ ഉണ്ണിയല്ലേ
നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ? അപ്പം ഞാൻ പറഞ്ഞു ഞാനെൻ്റെ പ്രൊഡ്യൂസറാണ്. പുള്ളി പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ആ വേദി തന്നെ അന്ന് ഉണ്ണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണി ഞാനും കൂടെ ഒരുമിച്ച് വർത്താനം പറയുമ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നപ്പോൾ അവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ പലർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുകയാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ വിഷമത്തോടെ ഓർക്കുകയായിരുന്നു ലോഹിതദാസ് സാറിനെ പറ്റി. അദ്ദേഹം ഈ ഒരു നല്ലൊരു സമയത്ത് ആഘോഷിക്കേണ്ട വേളയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി സിന്ധു നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു സിനിമയുടെ ആ ഒരു എഴുത്തും സേതുമാധവൻ, അച്യുതൻ നായർ, കീരിക്കാടൻ ജോസ്, ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജന്മവും ഒക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ആ കാലം എന്നെ സംബന്ധിച്ച് ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോയി വന്ന് വീട്ടിൽ കയറിയപ്പോൾ ഞാൻ വീട്ടിലുണ്ടായില്ല. അപ്പോഴാണ് അറിയണത് പൊന്നൂനെ പ്രസവിച്ചു എന്നുള്ള കാര്യം അച്ഛൻ. ശ്രീമതി സിന്ധു, ആ ഒരു എഴുത്തിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നോ? അതോ എങ്ങനെയാണ്? അദ്ദേഹം തനിച്ചിരുന്നാണോ എഴുതിയത്, വീട്ടിലിരുന്നാണോ എഴുതിയത്? ഈ കഥാപാത്രങ്ങളുടെയൊക്കെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിരീടത്തിന്റെ വർക്കിന് വേണ്ടി പോയത്. ഇനി നമുക്ക് ഈ സിനിമ എങ്ങനെയാണ് ഉണ്ടായത്, സിനിമയുടെ തുടക്കത്തിനെ കുറിച്ച് ചോദിക്കാം. സിബി സർ എങ്ങനെയാണ് കിരീടം എന്നുള്ള ആ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങൾ തനിയാവർത്തനം എന്ന സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത്. ആ സിനിമ റിലീസായി എറണാകുളത്ത് അതിൻ്റെ ആദ്യത്തെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ആ സിനിമ കണ്ടിട്ട് നമ്മളുടെ അടുത്ത് ആ സിനിമയുടെ സന്തോഷം പങ്കുവെക്കാൻ എത്തിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വിഷയം പറയുന്നത്. അത് പക്ഷേ ഒരു വീണുപോയ ഗുണ്ടയുടെ കഥയായിരുന്നു. പിന്നീട് ആ കഥ അദ്ദേഹം മറ്റൊരു സംവിധായകന് വേണ്ടി സിനിമയാക്കുകയും ചെയ്തു. പക്ഷേ അന്ന് തന്നെ ലോഹി പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരു കഥയുണ്ട്, ഇതിനോട് സമാനമായിട്ടുള്ള ഒരു സമൂഹം എങ്ങനെ ഒരാളെ ഗുണ്ടയാക്കി മാറ്റുന്നു, ഒരു ക്രിമിനലാക്കി മാറ്റുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്, അത് വെച്ച് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്നതെന്നാണ് ഇതിൻ്റെ ആലോചന തുടങ്ങുന്നത്. പിന്നീട് ദിനേശും ഉണ്ണിയും ഒക്കെ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അത് മോഹൻലാലിലെത്തുകയും സിനിമയായി മാറുകയുമാണ്. കിരീടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കും ലോഹിക്കും നേരത്തെ സിന്ധു പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും അതിനോട് അനുബന്ധിച്ചുണ്ട്. ലോഹിയുടെ ആദ്യ കുട്ടി, ലോഹിക്കും സിന്ധുവിനും അവരുടെ ആദ്യ കുട്ടി ഉണ്ടാകുന്നത് ഞങ്ങൾ ലൊക്കേഷൻ നോക്കി തിരിച്ചു വരുന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ എൻ്റെ വിവാഹം അതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അത്തരത്തിൽ കിരീടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തിപരമായ സന്തോഷകരമായ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് കിരീടം എന്ന സിനിമയുടെ ഈ ഒരു മലയാളത്തിലെ ചരിത്രം സംഭവമായി മാറിയ ഒരു വലിയ വിജയം ആ സിനിമ നേടിയെടുക്കുന്നു എന്നുള്ളത്. അപ്പം എല്ലാ വിധത്തിലും കിരീടം നമുക്ക് എപ്പോഴും വലിയ അഭിമാനവും സന്തോഷവും പകരുന്ന അനുഭവമാണ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അതിലെ കണ്ണീർ പൂവിൻ്റെ എന്നുള്ള ഗാനം തന്നെയാണ്. ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയും കൂടെ നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജഗദീഷ്, എങ്ങനെ ഓർത്തെടുക്കുന്നു 25 വർഷം മുൻപുള്ള കിരീടത്തിൻ്റെ ആ ഒരു സെറ്റും വിശേഷവും റിലീസും ഒക്കെ? തീർച്ചയായിട്ടും എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും. കാരണം മലയാള സിനിമയിൽ തന്നെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തില് ഉണ്ണിയും ദിനേശ് പണിക്കരും സിബി മലയിലും ലോഹിതദാസും ഒരുക്കിയ ആ ഒരു ചലച്ചിത്ര കാവ്യം എന്നൊക്കെ സാധാരണഗതിയിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണിത്. അത് അന്ന് അതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ലോഹിയും സിബിയും ചേർന്നതാണ് ഈ ചൊരുക്കിയത്. ഷൂട്ടിംഗ് സമയത്ത് തന്നെ അതിന്റെ വ്യത്യസ്തത അറിയാമായിരുന്നു. ആ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമുക്ക് വളരെ അധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സിബിയുടെ ഓരോ ഷോട്ടിലും
സിബിയുടെ അന്നത്തെ ആ ഒരു ഡയറക്ടോറിയൽ ടച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നു. വളരെ കൂളായിട്ടാണ് അന്നും ഇന്നും എന്നും സിബി വളരെ കൂളാണ്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് സിബി ഓരോ ഷോട്ട് എടുക്കുന്നതിലും അതിൽ പുലർത്തിയിരുന്ന ശ്രദ്ധ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്സർവേഷൻ, ജീവിതവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ആവിഷ്കാരം, അതൊക്കെ തന്നെയാണ് ഇന്നും പ്രേക്ഷക മനസ്സിൽ കിരീടം ഒരു വലിയ ഓർമ്മയായി നിൽക്കുന്നതിന്റെ കാര്യം. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന രംഗം താങ്കളോട് സംസാരിക്കുമ്പോൾ രണ്ട് സഹോദരിമാരെ, സേതുമാധവന്റെ രണ്ട് സഹോദരിമാരെ ചൂളം അടിച്ചിട്ട് വന്ന് അദ്ദേഹത്തിനോട് തന്നെ അത് പറയുക, സൈക്കിൾ എടുത്ത് പൊക്കി അതിൽ നിന്ന് വീഴുന്നൊക്കെ സീൻസ് ആണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ രംഗങ്ങളൊക്കെ? അതൊക്കെ വളരെ ഈ ജീവിതഗന്ധിയായിട്ടുള്ള ഹ്യൂമർ എന്നൊക്കെ പറയില്ലേ, ഇതിപ്പോ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറി വരുമ്പോൾ അവിടെ ആ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയോട് ഈ പൂവാലന്മാരെന്ന നിലയിൽ പെട്ടെന്ന് ഒരു താല്പര്യം തോന്നുക. പക്ഷെ അത് നമ്മുടെ കൂട്ടുകാരന്റെ സഹോദരിയാണെന്ന് അറിയാത്ത രീതിയിൽ എന്തെങ്കിലും കമന്റ് പാസ്സാക്കുമ്പോൾ ഉണ്ടാകുന്ന ചമ്മല്, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല ഹ്യൂമറസ് സിറ്റുവേഷനിലൊന്ന് മലയാള സിനിമയിൽ വന്നിട്ടുള്ളത് തന്നെ വളരെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്നത്. ഇത് എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കോമഡി എന്നതിലപ്പുറം ഒരു നർമ്മം കലർന്ന ഒരു ആവിഷ്കാരമാണ് ആ സീനുകളിൽ. പിന്നെ അതേപോലെ തന്നെ ഈ വിജയാഘോഷം, സേതുമാധവന്റെ വിജയാഘോഷത്തിന്റെ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് പിന്നെ ഒടുവിലാശാൻ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം വീട്ടിൽ പോകാൻ പറയുമ്പോൾ ഒരു സെക്കൻഡ് നോക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക് ആയിട്ട് അതിന്റെ ആഘോഷം നടത്തുന്ന ആ ഒരു രംഗവും എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നുണ്ട്. പിന്നെ അതില് ഒരു സുരേഷ് എന്ന് പറയുന്ന ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഇങ്ങനെയൊക്കെ ഹ്യൂമർ ഉണ്ടെങ്കിലും ഏറ്റവും നിർണായക ഘട്ടത്തിൽ സേതുമാധവനോട് വിവരങ്ങൾ ചെന്ന് പറയുന്ന ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനും അതിൽ ലോഹിൻ സിബി എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ എന്നും എന്റെ മനസ്സിലുണ്ടാവും, പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. ചിത്രത്തിൽ പ്രവർത്തിച്ച പലരും, പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. 25 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ആരുടെ അഭാവമാണ് അറിയുന്നത്? അല്ല, അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോഹിയുടെയും തിലകൻ ചേട്ടന്റെയും നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോഹി എന്ന് പറയുന്നത് ഒരു ചിത്രത്തെ പോലെ വേറൊരു ചിത്രം അണിയിച്ചൊരുക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കഥയുടെ കാര്യത്തിലായിരുന്നാലും തിരക്കഥയുടെ കാര്യത്തിലായിരുന്നാലും സാമ്യമുള്ള കഥ സ്വയം റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അതേപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ തിലകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദവും ചലനങ്ങളും ബോഡി ലാംഗ്വേജും ഒക്കെ തന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താം സിനിമയ്ക്ക് വേണ്ടി. നാടക രംഗത്ത് നിന്നും വന്ന അദ്ദേഹത്തിന് സിനിമയ്ക്ക് വേറൊരു തരത്തിലുള്ള ഒരു ആവിഷ്കാരം, എന്നാൽ നാടകീയത അല്പം പോലും സ്ക്രീനിൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അഭിനയ ശൈലി കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും നമ്മൾ ജീവിക്കുന്ന കഥാപാത്രം. അതേപോലെ ഒടുവിലാശാൻ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. എന്നാൽ പോലും എടുത്ത് പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയ ചില പേരുകളാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജഗദീഷ് ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. പാട്ടിലെ ഒരു രംഗമാണ് പാർവതി കല്യാണം കഴിച്ച് പോകുന്ന ആ ഒരു സീൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാന്നാണ്. പക്ഷെ ഈ ഒരു രംഗം കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ ദിനേശ് പണിക്കർ താങ്കൾക്ക് അഭിനയിക്കാൻ വേണ്ടി നല്ലൊരു അവസരം ലഭിച്ചിട്ട്, നല്ലൊരു തുടക്കത്തിന് ഒരു അവസരം ഉണ്ടായിരുന്നു. അത് കളഞ്ഞിട്ട് പിന്നീടാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണോ ശരിക്കും? അതെ, അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് ഈ കല്യാണ സീനിൽ പാർവതിയെ കല്യാണം കഴിച്ചുകൊണ്ട് അമ്പലത്തിന് ചുറ്റും നടക്കുന്ന ഒരു സീനാണ് സിബി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന് നോക്കിയപ്പോഴേക്കും ഞാൻ അതിന് കറക്റ്റായിട്ട് യോഗ്യനാണെന്ന് സിബിക്കും തോന്നി, ഉണ്ണിക്കും തോന്നി. ഞങ്ങളെല്ലാം കൂടി രാത്രി തന്നെ ഡിസൈഡ് ചെയ്തു, ഓക്കെ ദിനേശ് ആ ഷോട്ടിൽ ദിനേശ് അഭിനയിക്കുന്നു. അപ്പോൾ ഞാനും അത് ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി, വീട്ടിൽ ചെന്ന് ഞാൻ ഭാര്യയുടെ തമാശ മട്ടിൽ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്ന് പാർവതിയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, നാളെ കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈഫിൻ്റെ മുഖം മാറി. ഏത് സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമാവും. ആണ് ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ആ ഒരു സംഭവം അഭിനയം ഞാൻ തൽക്കാലം വേണ്ട. ഞാൻ അന്ന് രാത്രി 12 മണിക്ക് എൻ്റെ വളരെ ക്ലോസ് കൂട്ടുകാരനാണ്, എൻ്റെയും ഉണ്ണിയുടെ വളരെ ക്ലോസ് കൂട്ടുകാരനാണ് അജിത്ത് എന്ന് പറയുന്നത്. അജിത്തിനെ രാത്രി 12 മണിക്ക് വിളിച്ചെണ്ണിപ്പിച്ച് ഞാൻ പറഞ്ഞ രാവിലെ നല്ല ജുബയും മുണ്ടും കൊടുത്തുകൊണ്ട് നീ ഒരു സുന്ദര കുട്ടപ്പനായിട്ട് വാ, നിനക്കൊരു അഭിനയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ അജിത്താണ് ഇന്ന് ആ സീനിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നീട് കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം എനിക്കൊന്നൊരു 15 വർഷത്തിന് ശേഷമാണ് ഞാൻ അഭിനയത്തെ പറ്റി ഞാൻ ചിന്തിച്ചതല്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറായിരുന്നു, ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. ഇന്ന് സന്തോഷമുണ്ട്, ഞാൻ ഇന്ന് ആ പ്രൊഡ്യൂസർ എന്നുള്ള ലേബലിലല്ല കൂടുതൽ അറിയപ്പെടുന്നെങ്കിലും ഒരു നടനായിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. അതെ അതെ. ശ്രീ സിബി മലയിൽ നമ്മൾ പാട്ട് നേരത്തെ കണ്ടിരുന്നു. ഒറ്റ ഗാനമാണ് ചിത്രത്തിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ആ പാട്ട് ഇന്നും ഈ 25 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. ജോൺസൺ മാഷിനെ എങ്ങനെ ഓർക്കുന്നു? അതോടൊപ്പം ഈ പാട്ടിന്റെ ഒരു ജനനവും.
ഈ പാട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി 2 പാട്ടുകളാണ് തിരക്കഥയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഒന്ന് മോഹൻലാലും പാർവതിയുമായിട്ടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ആഴം വ്യക്തമാക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഷൂട്ടിംഗ് വേളയിലാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാട്ട് ഈ കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ട് തന്നെയാണ്. ആ പാട്ടിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് കഥയിൽ നിന്നും വേറിട്ട് നിൽക്കാത്ത, കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ആ സംഗീതത്തെ ഏറ്റവും നന്നായിട്ട് സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടു. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ മലയാളികൾ ഈ കഴിഞ്ഞ ഒരു 25 വർഷത്തിനുള്ളിൽ അവർ കേട്ട അവർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നാണ്. എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നാണ്. ആ രീതിയിലൊക്കെയും കണ്ണീർ പൂവിൻ്റെ ആദ്യത്തെ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കിരീടവും അതിൻ്റെ ഓരോ രംഗങ്ങളും കടന്നു വരുന്നു എന്നുള്ളത് ആ സംഗീതത്തിൻ്റെ ശക്തിയാണ്. ജോൺസൺ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയായ സംഗീതജ്ഞൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നാണ് അത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഉത്തമമായ വരികൾ അതിനു വേണ്ടി രചിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായി കിരീടത്തിലെ ഈ കണ്ണീർ പൂവിൻ്റെ മാറുന്നു എന്നുള്ളത് ആ സിനിമയുടെയും ആ പാട്ടിൻ്റെയും അതിൻ്റെ സംഗീതത്തിൻ്റെയും ഒക്കെ ശക്തിയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എത്ര പെട്ടെന്നായിരുന്നു ആ ഒരു മ്യൂസിക്കിലേക്ക് എത്തിയത്, ആ ഒരു പെർട്ടിക്കുലർ ട്യൂണിലേക്ക് എത്തിയത്? ഒരുപാട് സമയം വർക്ക് ചെയ്തോ അതിനുവേണ്ടി? എങ്ങനെയായിരുന്നു ആ ഒരു കമ്പോസിങ് സെഷനൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ കമ്പോസിങ് നടന്നത് മദ്രാസിൽ വെച്ചാണ്. മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് ഇതിൻ്റെ കമ്പോസിങ് നടന്നത്. ഇത് വളരെ പെട്ടെന്ന് ഈ ഒരു ശരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആദ്യത്തെ ആ ഒരു പ്രണയ ഗാനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയ ട്യൂണാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ണീർ പൂവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് ആ സിറ്റുവേഷന് വേണ്ടി ഒരുക്കിയ ട്യൂണിനെ അതിൻ്റെ താളം മന്ദഗതിയിലാക്കി ഒന്നും കൂടെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ലോഹിയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്ത് കേട്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേസ് ഒന്ന് കുറച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമായി ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സിറ്റുവേഷന് ഉപയോഗിക്കപ്പെടേണ്ട ട്യൂണെന്ന് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ആണ് ഈ കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം സൃഷ്ടിച്ച ആ ട്യൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഏകദേശം രാവിലെ കമ്പോസിങ്ങിന് വന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ പാട്ടുകൾ കമ്പോസ് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് ജോൺസൺ പോവുകയും ചെയ്തു. കൈതപ്പുറം തിരുമേനി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വരികളെ പ്രത്യേകിച്ചും കണ്ണീർ പൂവിൻ്റെ ഓരോ വരികളും അത് എത്രമാത്രം നമുക്ക് ആ കഥയുമായിട്ടും ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുള്ളത് ഒരുപക്ഷെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ രചനകളിലൊന്നായിട്ടും ഞാനതിനെ കാണുകയാണ്. ശ്രീമതി സിന്ധുവിലേക്ക്, ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിന്റെ സിനിമാ ജീവിതത്തെ ഈ ചിത്രം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ഒരു വഴിത്തിരിവായിട്ടുണ്ട്? എങ്ങനെയായിരുന്നു അതിന് മുൻപും അതിന് ശേഷവുമുള്ള കാലഘട്ടത്തെ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ എന്താ അതിനെക്കുറിച്ച് പറയാൻ കഴിയുക? മോഹൻലാലുമായിട്ട് പരിചയപ്പെട്ട കാലം എന്ന് പറയും. അതെ, കിരീടം സിനിമ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തുകാരനായ ഞാൻ മാറിയാൽ നടക്കുമെങ്കിൽ ഉണ്ണി നടക്കട്ടെ, ആ വഴി നോക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവർ സമ്മതിച്ചില്ല, ലോഹി തന്നെ വേണമെന്നുള്ള നിർബന്ധം പിടിച്ചു. അങ്ങനെ അവസാനം തീരുമാനത്തിലെത്തിയെങ്കിൽ ഞാൻ തന്നെ എഴുതാം, നടക്കുന്നു നമുക്ക് നോക്കാമെന്ന്. അത് എഴുതി കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും ഒരു ശങ്കയുണ്ടായി. ഒരു കീഴടങ്ങുന്ന നടൻ എല്ലായിടത്തും ജയിക്കുന്നവനായിരിക്കണം നടൻ എന്നൊരു കേന്ദ്ര കഥാപാത്രം എന്നൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയില്ല. അതാണ് ലോഹിതദാസിൻ്റെ പക്ഷമായിരുന്നത്. ഒരിക്കലും മോഹൻലാലിനോട് ജയിലിൽ പോകണമെന്നോ ഒന്നും ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. സേതുമാധവനോടാണ് പറഞ്ഞതെല്ലാം. ഇനി എന്തൊക്കെ ആയാലും ആദ്യമായിട്ട് വെച്ചൊരു കിരീടമാണ് മലയാള സിനിമയ്ക്ക്.
തീർച്ചയായും. ശ്രീ സിബി മലയിൽ ഇപ്പോൾ പറയുകയുണ്ടായി എല്ലായിടത്തും ജയിക്കുന്നവനാണ് നായകന്റെ ആ ഒരു ഹീറോയിസവും അതിനെക്കുറിച്ചൊക്കെ. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സിനിമയുടെ ഒരു സാധ്യത എന്തായിരുന്നു? അത് മാത്രമല്ല, പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഹീറോ ഓടിച്ചെന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി കീരിക്കാടൻ ജോസിനെ പോയി അടിച്ചിടുക, ഉള്ള സ്ഥലത്ത് പോയി അടിച്ചിടുക എന്നൊക്കെ ഉള്ളതാണ് അതുവരെ കണ്ടുവന്നിരുന്ന ഒരു പൊതുവെയുള്ളൊരു നായക സങ്കല്പം. പോയി അവിടെ കവലയിൽ കാത്തിരിക്കുക, വില്ലനെ ഇങ്ങോട്ട് വരുത്തുക, അങ്ങനത്തെ ആ ഒരു ക്ലൈമാക്സ് അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ സിനിമയുടെ പ്രത്യേകതയും അത് തന്നെയാണ്, ക്ലൈമാക്സ് തന്നെയാണ്. കാരണം സ്വാഭാവികമായ രീതിയിൽ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ വളരെ നമ്മുടെ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ഇമേജിലുള്ള ഒരു കഥാപാത്രം, അയാൾ അതിമാനുഷികമായി യാതൊരു കഴിവുകളുമുള്ള ആളല്ല. അയാൾ വളരെ സാധാരണക്കാരനായ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ്. ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിലേക്ക് അയാൾ എത്തിപ്പെടുകയും ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുകയാണ്. സ്വന്തം കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോലും തയ്യാറായിക്കൊണ്ട് കടന്നു വരുന്നൊരു നായകനാണ് ഇതിൻ്റെ ക്ലൈമാക്സിലുള്ളത്. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് 2 ദിവസം മുമ്പാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വന്ന് ഈ കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർ വായിക്കുകയും ചെയ്തത്. അന്ന് കഥ കേട്ടപ്പോൾ അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഏക രംഗം ഇതിൻ്റെ ക്ലൈമാക്സാണ്. വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് അവരുടെ ആവശ്യം സാധാരണ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന പോലെ നായകൻ വന്ന് ഇതുപോലെ ആക്രോശിച്ചുകൊണ്ട് വില്ലനെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലനെ അടിച്ച് കീഴ്പ്പെടുത്തി വിജയിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കില്ല എന്നാണ് അവർ വാദിച്ചത്. പക്ഷേ അതിനോട് പൂർണ്ണമായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ലോഹിതദാസ് വളരെ ശക്തമായ നിലപാടെടുത്തു. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇതായിരിക്കും, ഇതിൽ നിന്നും മാറിയ ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ ഈ സിനിമ ഞങ്ങൾ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ ഒരു വരി പോലും മാറാതെ ഈ സിനിമ ചിത്രീകരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഇതിന് വിതരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഏറ്റെടുത്താൽ മതി എന്നുള്ള കർശനമായ ഒരു നിലപാട് ലോഹി എടുത്തു. അതിനോട് അവർ വഴങ്ങുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ നമ്മൾ കണ്ട് പരിചയിച്ച സിനിമകളുടെ പരിസരത്ത് നിന്നുകൊണ്ട് സിനിമയെ കാണുന്ന ഒരു രീതി പൊതുവെ ഇത്തരത്തിൽ ഇതിനെ വ്യവസായമായി മാത്രം കാണുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതിനെ ശക്തമായിട്ട് അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് ഈ സിനിമയുടെ അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടാതെ ചിത്രീകരിക്കുവാനായിട്ട് ഒരുപക്ഷെ എനിക്ക് ധൈര്യം തന്നതും ലോഹി തന്നെയാണ്. ശ്രീ ദിനേശ് പണിക്കർ, പ്രൊഡ്യൂസർക്കും ആയിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറച്ച് ടെൻഷനൊക്കെ വരിക. കാര്യം തിരക്കഥാകൃത്ത് സംവിധായകൻ ഇതുപോലൊരു വാശി പിടിക്കാൻ നേരത്ത് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ക്ലൈമാക്സ് കമേഴ്ഷ്യലി എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്? ഇല്ല, അതിൽ ശരിക്കും പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിതരണക്കാർ ചെറിയ ഒബ്ജക്ഷൻ പറഞ്ഞെങ്കിലും ബാക്കി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു നല്ല സിനിമയാണ്, അതിന് ക്ലൈമാക്സ് ഇങ്ങനെ തന്നെ വേണം എന്ന് നേരത്തെ ഞങ്ങൾ സ്ക്രിപ്റ്റിൽ ഡിസൈഡ് ചെയ്തതാണ്. അത് ഈ പറഞ്ഞ വിതരണക്കാരൻ വന്നപ്പോൾ ചെറിയൊരു മാറ്റം ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വാദിച്ച് ഞങ്ങൾ ജയിച്ചു. അപ്പോൾ ആ ജയിച്ചതിൻ്റെ ഗുണം ഇന്ന് ടി വിയിൽ ഇതിൽ സ്ക്രീനിൽ കാണുകയും ചെയ്തു. തീർച്ചയായും. ശ്രീ കിരീടം ഉണ്ണി, ഇപ്പോൾ സിന്ധു ചേച്ചി പറയുകയുണ്ടായി ഉണ്ണിക്കായിരുന്നു നിർബന്ധം, ഞാൻ മാറട്ടെ എന്നൊക്കെ ലോഹിദാസ് സർ പറഞ്ഞു എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സംഭവങ്ങൾ. അതായത് ലോഹി അതിന് മുമ്പ് എഴുതിയിരുന്ന ചിത്രങ്ങൾ തനിയാവർത്തനം, മുക്തി, എഴുതാപ്പുറങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ലോ ഫേസിലുള്ള ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളത് ലാലിൻ്റെ ചെവിയിൽ എത്തിപ്പെടുകയും അപ്പം ലാലിനൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചും കൂടെ ഒരു ഇതായിട്ടുള്ള അപ്പോൾ ഈകളും ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം ഈ കഥയിലുള്ള പരിപൂർണമായ വിശ്വാസം കാരണം, പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരി എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് സിബി മലയിലിനോടുള്ള വിശ്വാസവും കാരണം, അതാണെങ്കിൽ മാത്രമേ ഞാനിതിനുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ അവസാനം ലോഹി എന്തെങ്കിലും എഴുതി വയ്ക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം സിബി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വിതരണത്തിൻ്റെ സമയത്ത് തന്നെ അവർക്ക് ക്ലൈമാക്സ് മാറ്റണം, അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഇല്ല, ക്ലൈമാക്സ് മാറ്റിയിട്ടുള്ള തീരുമാനം ഇതൊന്നുമില്ല, ഇത് ആസ് ഇറ്റ് ഈസ് ചെയ്യുന്നെങ്കിൽ ചെയ്തു, ഇതിൽ നിന്ന് ഒരു വരി പോലും മാറ്റാൻ ഞങ്ങളാരും തയ്യാറായിരുന്നില്ല. അക്കാര്യത്തിൽ ലോഹിയുടെ കൂടെ ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റിയത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു സക്സസ്. സാധാരണ ഒരു നിർമ്മാതാവെന്ന് പറയുമ്പം ഇതിൽ അയ്യോ അവർ പറയണതല്ലേ ശരി എന്ന് തോന്നിപ്പോവാം, പക്ഷേ ഞങ്ങൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയില്ല.
ശ്രീ സിബി മലയിൽ നമ്മൾ അന്ന് വരെ കൊച്ചിൻ ഹനീഫയെ കണ്ടിരുന്നത് കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിംഗിന്റെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കിരിക്കാടൻ ജോസ്, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് തന്നെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, മോഹൻരാജ്. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും ചിത്രത്തിന്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ട ഒന്നാണ് അച്യുതൻ നായരെ സേതു, അച്ഛൻ മകൻ ബന്ധം. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെയൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് വേണ്ട അഭിനേതാക്കളെ കണ്ടെത്തിയത്? കൊച്ചിൻ ഹനീഫ എന്നും പറയുന്ന ഒരു നടനിലേക്ക് ആ കഥാപാത്രം, ഹൈദ്രോസ് എന്ന കഥാപാത്രത്തെ തീരുമാനിക്കപ്പെടുന്നത് ലോഹിയുടെ തന്നെ തീരുമാനമാണ്. കാരണം ലോഹിയാണ് അതുവരെ നമ്മൾ ചിന്തിക്കാതിരുന്ന രീതിയിൽ. ഹനീഫയെ നമ്മൾ അതിന് മുമ്പ് കണ്ടിരുന്നത് പൂർണ്ണമായിട്ടും വില്ലൻ വേഷങ്ങളാണ്, വളരെ ഗൗരവമുള്ള വേഷങ്ങളിലാണ്. പക്ഷേ ഇത്തരത്തിൽ നർമ്മം അദ്ദേഹത്തിന് സാധ്യമാകുമെന്നുള്ളത് തിരിച്ചറിവ് ലോഹിയാണ് നമുക്ക് ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് അത് ഹനീഫയുടെ കരിയറിലെ വലിയ മാറ്റത്തിന് ഇടയാക്കിയ കഥാപാത്രമായിട്ട് മാറുകയും ചെയ്തു. കിരിക്കാടൻ ജോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രത്തിൻ്റെ ആദ്യ പകുതി മുഴുവൻ ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള മറ്റ് കഥാപാത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഇമേജുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇമേജുണ്ട്. അത്തരത്തിൽ ഭീകരനായ ഒരു ഗുണ്ട എന്ന ഒരു ഇമേജ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളിലൂടെ അവരുടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ പകർന്നു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പരിചിത മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രേക്ഷകർ ആ കഥാപാത്രത്തെ വിശ്വസനീയമായ രീതിയിൽ സ്വീകരിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ അഭിനേതാവിനെ ആ വേഷത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചത്. ഒരുപാട് അന്വേഷണം നടത്തി. ഒരു ദിവസം എൻ്റെ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് വർക്ക് ചെയ്തിരുന്നത് കല അടൂരാണ്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം കലാധരനാണ് ഈ മോഹൻരാജിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. മോഹൻരാജ് ഞാനും ലോഹി ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇയാളെ കീരിക്കാടൻ ജോസ് എന്ന് വിളിക്കാനാണ്. അത്രമാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങളെല്ലാം ഈ ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ അന്നപൂർണ്ണ പറഞ്ഞതുപോലെ മോഹൻരാജ് എന്ന് പറയുന്ന പേര് പലർക്കും അറിയില്ല. പക്ഷേ അവരെല്ലാവരും കീരിക്കാടൻ ജോസിനെ അറിയും. കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് ആ നടൻ പിന്നീട് അറിയപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ്റെ കാര്യത്തിലും തിലകൻ ചേട്ടൻ തന്നെയായിരുന്നു ആദ്യാവസാനമുള്ള നമ്മളുടെ ഈ കഥാപാത്രത്തെ മറ്റാരെയും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ തിലകൻ ചേട്ടനെ നമ്മൾ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹം 2 സിനിമകളിലെ, തിരുവനന്തപുരത്ത് തന്നെ ചിത്രീകരണം നടക്കുന്ന 2 സിനിമകളിലെ ചാണക്യൻ, വർണ്ണം എന്നീ ചിത്രങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 2 ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, തിലകൻ ചേട്ടൻ അഭിനയിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെക്കുന്നു, ചേട്ടൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ, ഞാൻ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ സൗകര്യവും സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ്. ഈ 2 സിനിമകളുടെയും ഇടവേളകളിൽ എനിക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ ത്യാഗപൂർണമായ ഒരു നിലപാട് അക്കാര്യത്തിൽ എടുക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ രാവും പകലും 2 സിനിമകളുടെ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടുന്ന 1-2 മണിക്കൂറുകൾ നമ്മൾക്കായിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് വിളിച്ചു പറയും. ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ രംഗങ്ങൾ എടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് ആ ചിത്രം പൂർത്തീകരിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തിലകൻ ചേട്ടൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഈ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച് ഈ അച്യുതൻ നായരെയും ഈ സേതുമാധവനെയും ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ലായിരുന്നു. കിരീടത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി ചേരുകയാണ്, ശ്രീ മണിയമ്പിള്ള രാജു. എങ്ങനെ ഓർത്തെടുക്കുന്നു കഥാപാത്രത്തെയും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓർമ്മകളുമൊക്കെ? എനിക്ക് ശരിക്കും കിരീടനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. ഒന്നാമത് മലയാളത്തിൽ ഇറങ്ങിയ 10 സിനിമകളിൽ ഏറ്റവും നല്ല 10 സിനിമകൾ എടുത്താൽ അതിൽ ഒന്ന് കിരീടമാണ്. മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം, സേതുമാധവൻ എന്നുള്ള കഥാപാത്രം, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിലൊന്നതാണ്. സിബി മലയിൽ ഡയറക്ട് ചെയ്ത നല്ല 10 ചിത്രങ്ങളിൽ എടുത്താൽ അതിൽ ഏറ്റവും നല്ലത് കിരീടമാണ്. അതുപോലെ ലോഹിതദാസ് എഴുതിയ കഥാതിരക്കഥ സംഭാഷണം വന്നതിൽ ഏറ്റവും നല്ല 5 പടങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും നല്ലത് വരുന്നത് കിരീടമാണ്. അതുപോലെ കിരീട ഉണ്ണി നിർമ്മിച്ചതിലുള്ള ഏറ്റവും നല്ല ചിത്രമാണ്. ഭാഗ്യം ആ പടത്തിന് കിരീടം എന്നായിരുന്നു. തറ എന്നായിരുന്നെങ്കിൽ അയാളുടെ പേര് തറ ഉണ്ണി നായനെ. അതൊരു ഭാഗ്യം.
കാര്യം അങ്ങനത്തെ പേരുകളാണല്ലോ ഇത് വരുന്നതൊക്കെ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്തുള്ള ഡയലോഗുകളെല്ലാം വളരെ എല്ലാവരുടെ മനസ്സിൽ നിൽപ്പോ. ഞാൻ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഓ നല്ലൊരു അടി കണ്ടിട്ട് കാലം അത്രയായി. കീരിക്കാരനെ കുറിച്ചുള്ള റെഫറൻസ് പറയുമ്പോൾ പറയുന്നത് അതുപോലെ എല്ലാ മിമിക്രി എല്ലാവരും പറയുന്നത് തിലാൻ ചേട്ടന്റെ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ക്ലൈമാക്സ് സമയത്ത്, നിന്റെ അച്ഛനാണ് പറയുന്നത് കത്തി താഴെ. ആ ഡയലോഗ് ഒന്നും ആർക്കും മറക്കാനേ പറ്റത്തില്ല. പിന്നെ എനിക്ക് നല്ല മോഹൻലാലും ഞാനുമായിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഒരു 60ഓളം സിനിമകളായിട്ട് ഞങ്ങൾ തമ്മിലൊരു നല്ല കെമിസ്ട്രിയാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ കിരീടം കാണുമ്പോഴൊക്കെ അതിന്റെ അകത്ത് അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ത്രൂ ഔട്ട് ആ പടത്തിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ഒരു ക്ലാസിക് പോലെ ആയൊരു വലിയ സന്തോഷമുണ്ട്. എന്നാലും 25ാം വർഷം വന്നപ്പോ ഇങ്ങനെ നല്ല സിനിമയെ ഓർത്തെടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നതിലും ഞാൻ വളരെ സന്തോഷിക്കും. ഇതിനകത്ത് എനിക്കൊരു വേഷം തന്ന സിബി മലയിലിനടുത്തും തിരിച്ചുപോയ ലോഹിതദാസിന്റെ അടുത്തും പിന്നെ എന്റെ സ്കൂളുമായിട്ട് ഒന്നിച്ച് പഠിച്ചതാണ് കിരീട ഉണ്ണി. എല്ലാവരുടെ അടുത്തും എനിക്ക് അതിയായ നന്ദിയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിരീടം എന്നുള്ള പടം എന്നെന്നും നമ്മുടെ ബുക്കിലുള്ള ഒരു പടമാണ്. തീർച്ചയായും ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. അത് മാത്രമല്ല എനിക്കൊന്ന് നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങി ഇത്രയും സമയം സിബി സാറ് വളരെ ഗൗരവത്തോടെ ഇരിക്കായിരുന്നു. സിബി സാറിന്റെ ഒരു ചിരിച്ച മുഖം കാണിക്കാൻ കഴിഞ്ഞതും താങ്കളുടെ ആ ഒരു കമന്റ്സ് കൊണ്ടാണ്. അതിനും ഒരുപാട് നന്ദി പറയുന്നു. കൃപ ഫിലിംസ് അതിൽ രണ്ടുപേരുടെയും കൂടി ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ പേരാണെന്നും പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. കൃപ ഫിലിംസിന്റെ ആ ഒരു എന്താ അതിന്റെ ഒരു തുടക്കത്തെ കുറിച്ചൊക്കെ ഒന്ന്. അതായത് എൻ്റെ കൃഷ്ണകുമാറിൻ്റെ KRIയും പണിക്കരുടെ PU എടുത്തിട്ടാണ് കൃപ ഫിലിംസ്. എങ്ങനെയാണ് ഇനി ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു മറക്കാനാവാത്ത ഒരു ഓർമ്മ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ടുപേർക്കും പറയാനുള്ളത്? ശ്രീ ദിനേശ് പണിക്കറിലേക്ക് ആദ്യം. അല്ല, സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ മറക്കാനാവാത്ത ഇൻസിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു മൈൽ സ്റ്റോണാണ്. ഞങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു ചിത്രമാണ്. ഞങ്ങളൊരു 86 മുതൽ ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ ബേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, കാലതാമസം ഉണ്ടായി. ഇതിൽ മറ്റൊരു സംവിധായകനെ പ്ലാൻ ചെയ്തിരുന്നു. ആദ്യം ഇത് വേണുനാഗവള്ളിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പല കാരണങ്ങളാൽ വേണുനാഗവള്ളിയുടെ മാറുകയും പിന്നെ അത് നേരെ സിബി മലയിലോട്ട് ചെല്ലുകയും സിബി മലയിൽ മനോഹരമായിട്ട് ഈ ചിത്രം എടുക്കുകയും പിന്നെ അന്നൊന്നും ലോഹിദാസിൻ്റെ പേരൊന്നും വന്നിട്ടില്ല. സിബി മലയിലാണ് ലോഹിദാസിൻ്റെ പേര് പറയുന്നത്. ഈ ചിത്രം അല്ല വേണുനാഗവള്ളി അല്ല, അതല്ല വേണുനാഗവള്ളി വെച്ച് ഞങ്ങൾ വേറൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് നടക്കാതെ വരിക ചെയ്തു. അപ്പോഴാണ് ലാല് ഇങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറായത്. ലാല് പറഞ്ഞൊരു പടം നീ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോഴാണ് പെട്ടെന്ന്. അപ്പം സിബിയും ഞാനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ സിബി ഞാൻ തേനും നമ്മുടെ പ്രിയദർശൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പൂച്ചക്കൊരു മൂക്കൂത്തിയിൽ സിബി മലയിൽ അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം ആണ് സിബിയെ വെച്ച് ഈ പടം ചെയ്യാനുള്ള ഇതിലേക്ക് മാറിയത്. ദിനേശിനാണെങ്കിൽ ആദ്യം പോലെ സത്യനന്ദിക്കാട് മതി അങ്ങനെ ഒരു കോമഡി പടം ആയിരുന്നു ദിനേശിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു ഭവിച്ചു. നമുക്ക് സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ ചുരുക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ സിബി മലയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഈ പറഞ്ഞ പോലെ അച്ഛനാ പറയുന്നത് കത്തി താഴിട എന്ന് പറയുന്ന ആ ഒരു രംഗം, അതുപോലെ തന്നെ രണ്ട് സംഘടന രംഗം നോക്കുകയാണെങ്കിലും അടിച്ചു കഴിയുമ്പോഴുള്ള ആ ശ്രീ മോഹൻലാലിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷനും അത് ഇതല്ല. ആ സീനുകളിൽ എങ്ങനെയായിരുന്നു? പൂർണ്ണമായും ഒരു സംവിധായകന്റെ നിർദ്ദേശപ്രകാരമാണോ അദ്ദേഹം അഭിനയിച്ചത്, അതോ എത്രത്തോളം തിലകനും അതോടൊപ്പം ശ്രീ മോഹൻലാലും ആ സീൻ ഇംപ്രവൈസ് ചെയ്തു? അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടെ അതിനോടൊപ്പം ചേർക്കുകയാണ്, ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട രംഗം ഏതാണ്? സംഘടനാ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സംഘടനാ രംഗങ്ങൾക്ക് ഒരു ഫൈറ്റ് മാസ്റ്ററുടെ സഹായം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. ഒരു ഫൈറ്റ് മാസ്റ്ററെ നമ്മൾ ബുക്ക് ചെയ്യുകയും അദ്ദേഹം ലൊക്കേഷനിൽ വരികയും ചെയ്തുവെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റല്ല അദ്ദേഹം കമ്പോസ് ചെയ്യുന്നതെന്ന് എനിക്ക് തുടക്കത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായം ഉപയോഗപ്പെടുത്താതെ ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയാണ് വളരെ നാച്ചുറലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു ഫൈറ്റാണ് ആവശ്യം. അങ്ങനെ മോഹൻലാൽ അദ്ദേഹം പറഞ്ഞു എന്താണ് സിബിക്ക് വേണ്ടതെന്ന് പറഞ്ഞു, ഞാൻ ആ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപക്ഷെ അതിൻ്റെ ഒരു കമ്പോസിങ് പോലും അതിൻ്റെ ഫൈറ്റ് കമ്പോസിങ് പോലും മോഹൻലാൽ ചെയ്തു എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. ഞാൻ വെക്കുന്ന എൻ്റെ ഫ്രെയിമുകൾക്കുള്ളിൽ ഈ മോഹൻരാജ് എന്ന കഥാപാത്രവുമായിട്ട് അദ്ദേഹം സംഘടനത്തിൽ ഏർപ്പെടുക, അത് അവരെപ്പോൾ ഫൈറ്റ് ചെയ്ത് തളരുന്നു അവിടെയാണ് ഞാൻ കട്ട് പറയുക. അതുവരെയും അവരെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തിരുന്നത്.
പിന്നീട് ഈ സിനിമയുടെ പല പ്രമുഖരായ സംവിധായകരും സിനിമ പ്രവർത്തകരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമയിൽ ഇത്രയും ശക്തമായ ഒരു സ്ലോ മോഷൻ ചിത്രീകരണം ഇതിനു മുമ്പും അതിന് ശേഷവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ഏറ്റവും കൃത്യമായ രീതിയിലാണ് അതിൻ്റെ സ്ലോ മോഷൻ ഷോട്ടുകൾ ഉപയോഗിച്ചത്. മോഹൻലാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അച്ഛനെ തല്ലുന്ന ആളോട് ഏറ്റുമുട്ടാനായിട്ട് വരുന്ന ആ ഷോട്ടുകൾ തൊട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ പരാമർശിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലൈമാക്സിൽ കത്തി താഴെയിട എന്ന വളരെ പ്രസിദ്ധമായ ആ ഡയലോഗ് അത് ചിത്രീകരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. കാരണം ആ തിലകൻ ചേട്ടൻ്റെ സമയപരിധി, അദ്ദേഹം മറ്റൊരു ലൊക്കേഷനിൽ നിന്നും ഈ ചിത്രത്തിൻ്റെ ആ രംഗം ആ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഏറ്റവും അവസാനം അദ്ദേഹം ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് ചിത്രീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 4:30-5 മണിയായപ്പോഴാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് തിലകൻ ചേട്ടൻ്റെ ക്ലൈമാക്സിലെ ഭാഗങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിസന്ധികളൊക്കെയും ഈ ഷൂട്ടിങ്ങിൻ്റെ ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അതെല്ലാം വിജയകരമായ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു വിജയത്തിലേക്ക് അതിനെ എത്തിച്ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. സാറിൻ്റെ പ്രിയപ്പെട്ട രംഗം പറഞ്ഞില്ല, സമയപരിമിതി പോലെ എനിക്കൊന്ന് അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട രംഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അച്ഛനെ തല്ലുന്ന രംഗത്തേക്ക് കടന്നു വരുന്ന ആ മകൻ്റെ രംഗം തന്നെയാണ്. കാരണം അതാണ് ഈ സിനിമയുടെ ഏറ്റവും പിവട്ടലായിട്ടുള്ള ഒരു രംഗം. ലോകത്ത് ഏത് ഭാഷയിലും ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണത്. സ്വന്തം അച്ഛനെ ഇത്തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്നത് കാണുമ്പോൾ ഏതൊരു മകനും സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്ന ഒരു സന്ദർഭമാണത്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ സിനിമയുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള കഥ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ്, ആ ഒരു രംഗമാണ് ഏറ്റവും ഈ കിരീടം എന്ന സിനിമയുടെ ആണിക്കല്ലായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രംഗവും. തീർച്ചയായും ശ്രീമതി സിന്ധു ഇതുപോലെ തന്നെ മാപ്പ് ചോദിക്കുകയാണ്, സമയപരിമിതി മൂലം ചുരുക്കേണ്ടതായിട്ടുണ്ട്. ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും മധുരമായിട്ടുള്ള ഓർമ്മ എന്താണ്? തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുഞ്ഞുണ്ടായ കാര്യം പറഞ്ഞു. എന്നാലും ഈ ഒരു സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമയുടെ ആ ഒരു തുടക്കം മുതൽ തിയേറ്ററിലേക്ക് എത്തിയവരെയുള്ള ആ ഒരു സമയത്ത് ഏറ്റവും എന്നും മനസ്സിൽ എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു മെമ്മറി എന്താണ്? പൂർണ്ണമായിട്ട് ആദ്യമായിട്ട് എഴുതി ഒരു സ്ക്രിപ്റ്റാണ് ഷൂട്ടിങ്ങിന് മുൻപ് അതാണ് എനിക്ക് ഓർക്കാൻ പറ്റണത്. വളരെ നന്ദി. നേരത്തെ പറഞ്ഞ സമയമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് ഇത്തരം മികച്ച സിനിമകൾ 25 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ കിരീടം ഉണ്ണി, ശ്രീ ദിനേശ് പണിക്കർ, ശ്രീ സിബി മലയിൽ, അതോടൊപ്പം ശ്രീമതി സിന്ധു ലോഹിതദാസ് ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ആഴ്ചയും മുന്നോട്ട് ഇരിക്കുകയാണ്.